ഹലോ 10 ദിവസം ഓണം വെക്കേഷൻ ഉണ്ടായിട്ട് മക്കൾ നാട്ടിലും പോയിട്ടില്ല, പുറത്ത് എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നാൽ പിന്നെ സ്കൂൾ തുറക്കുന്നതിന് തലേദിവസം മക്കളായിട്ടൊന്ന് ചില്ല് ചെയ്തിട്ട് വരാമെന്ന് ഓർത്തിട്ട് ഞങ്ങൾ പുതുവൈപ്പിൻ ബീച്ചിലേക്ക് പോവുകയാണ്. അപ്പം ഒരു ഈവനിങ് ഒരു 4:00 4:30 ഒക്കെ ആയപ്പോഴാണെന്ന് തോന്നുന്നു നമ്മളവിടെ എത്തി. നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു കേട്ടോ. വെക്കേഷൻ ടൈമാണ്, പോരാത്തത് സൺഡേയും അത്യാവശ്യം നിറയെ ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ്. ബീച്ചൊക്കെ ആകുമ്പോൾ നിറയെ ആൾക്കാരും ബഹളമൊക്കെ ഉണ്ടെങ്കിലല്ലേ ഒരു രസമുള്ളൂ. രണ്ടുപേരും പട്ടം പറത്തണയൊക്കെ നോക്കി ഇങ്ങനെ നടക്കുകയാണ്. നിറയെ പട്ടങ്ങൾ ഓരോ സൈഡിൽ ഇങ്ങനെ പറത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹായ് എന്താ സന്തോഷമല്ലേ, സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുവാണ്. അങ്ങനെ കുറച്ച് നേരം നമ്മളവിടെ മണ്ണിലൊക്കെ കളിച്ച് അവർ മണ്ണിൽ കുഴിയൊക്കെ ഉണ്ടാക്കിയൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ബീച്ചിൽ ഇറങ്ങിക്കോന്ന്, അധികം ലേറ്റായ അവിടെ പോലീസിനൊക്കെ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിനി ചിലപ്പോൾ ലേറ്റായി ഇറക്കിയില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട് മക്കളോട് തന്നെ ഇറങ്ങേണ്ട, ഇപ്പം ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വണ്ടിയിൽ തന്നെ പോയി നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത്, മക്കൾ മാത്രമേ ഡ്രസ്സ് ചേഞ്ച് ചെയ്തുള്ളൂ കേട്ടോ. ഞങ്ങൾ പിന്നെ അധികം ഇറങ്ങില്ലല്ലോ. സാനി വെള്ളത്തിലിറങ്ങണതിന് മുമ്പ് കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ ശാഖ കൊടുത്തിരുന്നു കേട്ടോ മക്കൾക്ക്, തലയൊന്നും നനയ്ക്കരുതെന്ന്. പക്ഷെ ആരോട് പറയാൻ, ആര് കേൾക്കാൻ, രണ്ടുപേരും അതിൽ കിടന്ന് അർമാദിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഞാനും പറഞ്ഞപ്പോട്ടെ സാരമില്ല, അവർക്ക് കടലിൽ കുളിക്കാൻ കിട്ടിയൊരു അവസരമല്ലേ, അവർ കുളിക്കട്ടെ എന്ന് പറഞ്ഞു. അവരെ ചെറുപ്പം മുതലേ നമ്മൾ തണുപ്പ് കാലാവസ്ഥയാണെങ്കിലും തണുത്ത വെള്ളത്തിൽ തന്നെ അങ്ങനെ കുളിപ്പിച്ച് അങ്ങനെയൊക്കെ ശീലിപ്പിച്ചുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് കടൽ വെള്ളത്തിൽ കുളിച്ചാൽ പനി വരിക അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. ഞാൻ ഒരു കാര്യത്തിലും മക്കൾ അങ്ങനെ ഓവറായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യൊന്നുമില്ല കേട്ടോ. അവരെല്ലാം കണ്ടറിഞ്ഞും തൊട്ടറിഞ്ഞും ആസ്വദിച്ചും എൻജോയ് ചെയ്തും വളരണമെന്ന് ചിന്തിക്കുന്ന ആളാണ്. അതിപ്പോൾ എന്ത് ഫെസ്റ്റിവലാണെങ്കിലും എന്ത് പരിപാടിയാണെങ്കിലും അവരെല്ലാ ഫെസ്റ്റിവലും ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാറുമുണ്ട്. ഇതുപോലെ പ്രകൃതിയായിട്ട് റിലേറ്റ് ചെയ്ത് എല്ലാത്തിലും അവരെ ഇൻവോൾവ് ചെയ്യിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളൊന്നും ഇതുവരെ അവർക്ക് ദൈവം സഹായിച്ചിട്ടുണ്ടായിട്ടില്ല. എല്ലാം അറിഞ്ഞും കേട്ടും കണ്ടും വളർന്നതല്ലേ നല്ലത്. നമ്മളൊക്കെ അങ്ങനെയല്ലേ വളർന്നത്. പിന്നെ മക്കളെ മാത്രം നമ്മളെല്ലാത്തിൽ നിന്നും പിടിച്ചു വെക്കണോണ്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ഞാൻ എൻ്റെ മക്കളെ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ ഫോഴ്സ് ചെയ്യാറുമില്ല, അവരുടെ ഇഷ്ടമുള്ള കാര്യങ്ങളിൽ റെസ്ട്രിക്റ്റ് ചെയ്യാറുമില്ല. അത് അവർ നല്ലതാണ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഗുണമുണ്ട്, അല്ലെങ്കിൽ ചെയ്യുന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് ദോഷമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിലൊക്കെ സപ്പോർട്ട് ചെയ്ത് അവരുടെ കൂടെ നിൽക്കാറുണ്ട്. അതെൻ്റെ നല്ല ക്വാളിറ്റി ആണോ ചീത്ത ക്വാളിറ്റി ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാനതിൽ സാറ്റിസ്ഫൈഡ് ആണ്, എൻ്റെ മക്കൾ അതിൽ ഹാപ്പിയാണ്. ഞങ്ങൾ ഞങ്ങളുടെ സന്തോഷമല്ലേ നോക്കേണ്ടത്. മറ്റുള്ളവർ അതിലെന്ത് പറയണമെന്ന് ഞങ്ങൾ കെയർ ചെയ്യാറില്ല കേട്ടോ. അങ്ങനെ ബീച്ചിൽ കളിച്ച് രസിച്ച് അർമാദിച്ച് കഴിഞ്ഞപ്പോൾ രണ്ടുപേർക്ക് വിശക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ബീച്ചിൻ്റെ സൈഡിൽ തന്നെ ഒരു തട്ടുകട പോലെ ഉണ്ടായിരുന്നു. അവിടെ നല്ലൊരു ബജിക്കട ഉണ്ടായിരുന്നു കേട്ടോ, ചൂടോട് കൂടിയിട്ട്. അങ്ങനെ നമ്മൾ മുളക് ബജിയും മുട്ട ബജിയും മേടിച്ചു കേട്ടോ. നല്ല ചൂടും ആ മുളകിൻ്റെ എരിവൊക്കെ കൂടിയിട്ട് വായൊക്കെ ഒരു പൊള്ളുന്ന ഫീലോടെയാണ് കേട്ടോ കഴിച്ചത്. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ മുളക് ബജിയും മുട്ട ബജിയും കഴിച്ച് കഴിഞ്ഞപ്പോൾ മക്കൾക്ക് ആഗ്രഹം കോളിഫ്ലവർ ബജിയും കൂടെ കഴിക്കണമെന്ന്. അതും കൂടെ ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഇനി അതായിട്ട് കുറയ്ക്കേണ്ടെന്ന് പറഞ്ഞ് അതും മേടിച്ചുകൊണ്ട് വന്നിട്ട് അത് നല്ല ചൂടോടുകൂടി പൊരിച്ച് കോരിയിട്ട് അപ്പം തന്നെ ആ ചൂടോടുകൂടെ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ മേളിൽ സോസൊക്കെ ഒഴിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു കഷ്ണം വായിലിട്ടതും എൻ്റെ വാ പൊള്ളിപ്പോയി, നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഓരോ കുലുക്കി സർബത്ത് കുടിക്കാനായിട്ട് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു ഓരോരുത്തർ ഓരോ ഫ്ലേവർ മേടിക്കാം, അപ്പോൾ നമുക്ക് എല്ലാ ഫ്ലേവറും ടേസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ മോൻ ബട്ടർ സ്കോച്ച് ഫ്ലേവർ പറഞ്ഞു, മോൾ സ്ട്രോബെറി ഫ്ലേവർ, ഞാനൊരു പൈനാപ്പിൾ ഫ്ലേവർ പറഞ്ഞു കേട്ടോ. ആണെങ്കിൽ ഒന്നും പറഞ്ഞില്ല, ഞാൻ എല്ലാത്തിൽ നിന്നും കുറച്ച് കുടിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം തന്നെ മോൻ്റെ ബട്ടർ സ്കോച്ച് ഫ്ലേവറിലുള്ള കുലുക്കി കിട്ടി കേട്ടോ. മോൻ എന്തായാലും ഇഷ്ടപ്പെട്ടു. അടുത്ത മോളുടെ സ്ട്രോബെറി ഫ്ലേവർ വന്നു. അപ്പോൾ അതിൽ നിന്ന് ഇത്തിരി കുടിച്ച് ടേസ്റ്റ് നോക്കുവാണ്. ഷാക്ക് വലിയതായിട്ട് ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. 3 ഫ്ലേവറും വലിയ രീതിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഫൈനലി എൻ്റെ കുലിക്കയും വന്നിട്ടോ, പൈനാപ്പിൾ ഫ്ലേവറിലുള്ള. അപ്പോൾ കുറച്ച് കുടിച്ച് എനിക്ക് തന്നു. പിന്നെ എല്ലാവരും എൻ്റെ ഒന്നും ടേസ്റ്റ് നോക്കി, ഞാനും കുടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പാനിപ്പൂരി കഴിക്കാനായിട്ട് പോയി. മക്കൾ ആദ്യമായിട്ടാണ് പാനിപ്പൂരി കഴിക്കാൻ പോണത്.
ആ അവൾക്ക് ഒഴിച്ചു കൊടുക്കും. അങ്ങനെ തന്നെ വായിലിട്. ഇഷ്ടപ്പെട്ടില്ല. രണ്ടുപേരും വലിയ ആവേശത്തിൽ ആദ്യം തന്നെ പോയി കഴിച്ചത്. രണ്ടാൾക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ പിന്നെ സൈഡിൽ പോയിട്ട് നൈസായിട്ട് അങ്ങ് തുപ്പിക്കളയാൻ പറഞ്ഞു. എനിക്കും വലിയതായിട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചല്ലേ, കളഞ്ഞാൽ ചാതെറി പറയുന്ന ഉറപ്പാണ്. അപ്പോൾ എങ്ങനെയോ വായിലിട്ടങ്ങ് വിഴുങ്ങി. രണ്ടാമത് അതിനകത്ത് കുറച്ച് സോസ് ഒഴിച്ചിട്ട് തന്നു കേട്ടോ. അപ്പോൾ അതെനിക്ക് ഇത്തിരി കൂടെ ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നി. പിന്നെ മക്കൾക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് വായിന്ന് പോകാനായിട്ട് അവർ മാങ്ങ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഉപ്പിലിട്ട മാങ്ങയും മേടിച്ച് നമ്മളത് ഓരോ കടി അടിച്ചപ്പോൾ ഞാൻ ശാരദ ജസ്റ്റ് ഒന്ന് എക്സ്പ്രഷൻ ഇടുമെന്ന് പറഞ്ഞപ്പോൾ ആൾ ഓവറാക്കി ചളമാക്കുന്നതാണ് കണ്ടത്. അങ്ങനെ അവർ രണ്ടുപേരും നല്ല രീതിക്ക് മാങ്ങ അയച്ചു. ഞാൻ ഒരു പീസ് അയച്ചുള്ളൂ. എനിക്ക് ആ പാനിപ്പൂരി കഴിച്ചിട്ട് തന്നെ മട്ടിച്ച് നിൽക്കുന്നൊരവസ്ഥയാണ്. ഇനി അതിൻ്റെ മേലെ മാങ്ങയും കൂടെ കഴിച്ചിട്ട് എനിക്ക് വയ്യ. അതുകൊണ്ട് ഞാൻ പിന്നെ അധികം കഴിച്ചില്ല. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ മറൈൻ ഡ്രൈവിൽ പോയി ഒരു കപ്പലണ്ടിയൊക്കെ വാങ്ങി കഴിച്ചു. ഇത്തിരി ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. എന്തായാലും ചുമ്മാ ഇരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഐസ്ക്രീമും കൂടെ പറഞ്ഞു കേട്ടോ. അപ്പം മക്കൾക്ക് ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ഈ ഒരു കോൺ ഐസ്ക്രീം മതി എന്ന് പറഞ്ഞു നമ്മളൊരു ചോക്കോ ബാറും മേടിച്ചു. അവിടെ ഇരുന്ന് അങ്ങനെ അവർ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ നടന്നു. കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.